നമ്മുടെ ഈ മേഖലയിലേക്ക് ക്രിസ്തീയ കുടിയേറ്റത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ 940കളിലാണ് എന്നാണ് അവർ അവകാശപ്പെടാറുള്ളത്. ഇവിടെയുള്ള മണ്ണും ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരുടെ മനവും സ്വപ്നം കണ്ട് കടന്നെത്തിയിട്ടുള്ള അവർ അക്കാലം മുതൽ തന്നെ അവരുടേതായ മിഷണറി പ്രവർത്തനങ്ങൾ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിൽ ചില മതമാറ്റങ്ങൾക്കും കഴിഞ്ഞ കാലത്ത് കാരണമായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മുടെ പൂർവികരായ ആളുകൾ അതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രദ്ധേയമായ ഒരു പരിപാടി എടക്കരയിൽ 1981 നടന്നിട്ടുണ്ട്. 2 ദിവസങ്ങളിലായി നടന്ന ആ പരിപാടിയോടുകൂടി പ്രചാരണം നിർത്തിവച്ചില്ലെങ്കിലും അത് അതിനാൽ സ്വാധീനിക്കപ്പെട്ട് ക്രിസ്തു മതത്തിലേക്ക് കുടിയേറുന്ന ആളുകൾ, ചേക്കേറുന്ന ആളുകൾ പിൽക്കാലത്ത് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതിയ ചില സാഹചര്യങ്ങൾ നമ്മെ അടങ്ങിയിരിക്കാൻ അനുവദിക്കാത്ത വിധം രൂപപ്പെട്ടു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അത് ആലങ്കാരികമായിരിക്കും. നമ്മുടെ ബാധ്യത എന്ന നിലക്ക് വ്യത്യസ്തമായ മതസമൂഹങ്ങൾ നിലനിൽക്കുന്നിടത്ത്, ആദർശ സമൂഹങ്ങൾ നിലനിൽക്കുന്നിടത്ത് ഒരു സംഘർഷത്തിന്റെയോ അല്ലെങ്കിൽ വാഗ്വാദത്തിന്റെയോ അനാവശ്യമായ സാഹചര്യം ശ്രദ്ധിക്കണമെന്ന് നാം താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അനിവാര്യമായ ഇടപെടലുകൾ നടത്താതിരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ ഭാഗമായാണ് ഈ പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇതിനെ ആശീർവദിക്കുന്നതിനും നമ്മെ ഈ സദസ്സിനെ അനുഗ്രഹിക്കുന്നതിനും വേണ്ടി വളരെ കാലമായി ഈ മേഖലയിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾക്ക് ആസൂത്രണപരമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ PMK ഫൈസി അവരുടെ സാന്നിധ്യം ഈ സദസ്സിനെ വളരെ ആധികാരികമാക്കിയിരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം വിഷയകമായി സംസാരിക്കുവാൻ, ആധികാരികമായി സംസാരിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ പഠനങ്ങൾ നടത്തുവാൻ ഭാഗ്യമുണ്ടായ സഹോദരങ്ങൾ ബഹുമാന്യരായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി, അതുപോലെ നമ്മുടെ നാട്ടുകാരനായ സജീർ വള്ളിക്കാട് തുടങ്ങിയിട്ടുള്ളവർ ഇവിടെ വിഷയം അവതരിപ്പിക്കുകയാണ്. എല്ലാവരെയും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അവസാനിപ്പിക്കണമെന്നുള്ളതുകൊണ്ട് ഇത് ആവശ്യമെങ്കിൽ തുടക്കം മാത്രമായിരുന്നു. എല്ലാം ലളിതമായ രീതിയിലാണ് ബഹുമാനപ്പെട്ട ഇതിന്റെ ഔപചാരികമായ സ്വാഭാവികമായും അതിന്റെ ഭാഗമാണ് ഇപ്പോൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ക്രൈസ്തവ മിഷണറിമാര് പരസ്യമായി ഇസ്ലാമിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും അവരുടെ പബ്ലിക്കേഷൻസുകൾ ഇസ്ലാമിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും വ്യക്തമായ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടും മുസ്ലിം ലീഗികളെ ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ്. ബൈബിള് വരെ ഇസ്ലാമിന്റെ ഭാഷയിലും അതൊക്കെ പിന്നീട് സജീറും അവരുടെ സംസാരത്തിലും കാണിച്ചു തരും. ഇസ്ലാമിന്റെ ഭാഷയിലും ഇസ്ലാമിന്റെ ശൈലിയിലും 977 അറബി മലയാളത്തിൽ ഇഞ്ചീൽ എന്ന 3-ാം വേദം എന്നോ വേറിട്ടുകൊണ്ട് ബൈബിളിലെ അറബി മലയാളത്തിൽ കോപ്പി അടിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പല മുസ്ലിം വീടുകളിലും അവർ വിതരണം ചെയ്യുകയുണ്ടായി. അങ്ങനെ ഇസ്ലാമിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തന ഏറെക്കുറെ ശക്തമായി നടക്കുന്ന ഒരു മേഖലയാണ് ഈ എടക്കര, വഴിക്കടവ് പ്രദേശങ്ങളൊക്കെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന അൽ ഇർഫാദ് ചീഫ് എഡിറ്റർ PMK ഫൈസി, മിഖ്ദാദ് ബാഖവി, കൊണ്ടോട്ടി ബുഖാരി ദാവ കോളേജ് മുദരിസ് PH ദാരിമി, ബഹുവന്ദനായ അലവിക്കുട്ടി ഫൈസി അടക്കര, മറ്റു പണ്ഡിതരെ, നാട്ടുകാരെ, ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് പതിവിന് വിപരീതമായി നാം ഇത്തരമൊരു വേദിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാസം ഇടക്കരയിലെ പ്രസ്റ്റീജ് പാലസ് ഓഡിറ്റോറിയത്തിൽ കേരളത്തിലെ പ്രസിദ്ധരായ ചില ക്രൈസ്തവ പ്രബോധകർ പരിശുദ്ധ ഖുർആനിലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ക്രൂശിച്ചിട്ടില്ല എന്ന് പറയുന്ന സൂക്തം തെറ്റാണെന്ന് ഞങ്ങൾ തെളിയിക്കുമെന്ന വലിയ വെല്ലുവിളിയുമായി ഈ നാട്ടിന്റെ മുക്കുമൂലകളിൽ പോസ്റ്ററും ലഘുലേഖയുമൊക്കെ വിതരണം ചെയ്ത് ഒരു വലിയ ആൾക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് ഇസ്ലാമിലെ ദൈവത്തെയും ശാന്തിദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കുറിച്ച് ഒരു വിശ്വാസി ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, വസ്തുതകളോട് യോജിക്കാത്ത കുറെ കാര്യങ്ങൾ പറയുകയും അതൊക്കെ ഈ പാവപ്പെട്ട വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിലേക്ക് കുത്തിവെക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത് നമ്മുടെ മുമ്പിലുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിൽ നമ്മുടെ കൂട്ടുകാരായ ഇസ്ലാമിനെ സ്നേഹിക്കുകയും ഇസ്ലാമിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന കുറെ മുഅ്മിനുകൾ സ്വാഭാവികമായും ഈ പ്രോഗ്രാം വീക്ഷിച്ചതിന്റെ ഫലമായി അത് സംബന്ധമായുള്ള ഇസ്ലാമിന്റെ ദർശനങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുള്ള അദമ്യമായ താല്പര്യം പലപ്പോഴും നമ്മുടെ നേതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ക്രൈസ്തവ സഹോദരന്മാരുടെ രീതിശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി നാം വിശ്വസിക്കുന്ന പ്രവാചകനെയും നാം വിശ്വസിക്കുന്ന ദൈവത്തെയും മതത്തെയും കുറിച്ച് ഒരു വിശദീകരണമെന്ന രൂപത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിലെ ചില ഇസ്ലാമിക പ്രബോധകരെന്നറിയപ്പെടുന്ന ആളുകൾ അവരുടേതായ ചില രീതികളനുസരിച്ച് ക്രൈസ്തവ മതത്തെ ചോദ്യം ചെയ്തുവെന്നും ക്രൈസ്തവ ദൈവമാകുന്ന യേശുവിനെ അവഹേളിച്ചുവെന്നുമൊക്കെയാണ് നമ്മുടെ ക്രൈസ്തവ പ്രബോധക സുഹൃത്തുക്കൾ ഇവിടെ ഇസ്ലാമിന് നേരെ ശക്തമായ ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ കാരണമായിട്ട് പറഞ്ഞത്. സ്വാഗത പ്രസംഗത്തിലും ഉദ്ഘാടന പ്രസംഗത്തിലുമൊക്കെ ഈ പശ്ചാത്തലം നിങ്ങൾ കൃത്യമായ രൂപത്തിൽ മനസ്സിലാക്കുകയുണ്ടായി. യേശുക്രിസ്തുവിന്റെ സുവിശേഷമെന്ന ഒരു മുഖ്യമായ വിഷയമായിരുന്നു അന്നത്തെ ക്രൈസ്തവ വിമർശന യോഗത്തിൽ അവർ പ്രധാനമായും ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പഠിപ്പിച്ച ദർശനം എന്താണ്,
യേശു ഈ ലോകത്തിന് സമർപ്പിച്ച വിശ്വാസ സംഹിത എന്താണ് എന്നതിനെക്കുറിച്ചുള്ള ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എടക്കരയിലെ പ്രോഗ്രാമിലും മറ്റു ചില ക്രൈസ്തവ യോഗങ്ങളിലും നമ്മുടെ ബഹുമാന്യരായ ക്രൈസ്തവ പ്രബോധകന്മാർ നിർവഹിക്കുന്ന ഇസ്ലാം വിരുദ്ധ പ്രസംഗത്തിന്റെ ചില അഭാഗങ്ങൾ പ്രിയ സുഹൃത്ത് സജീർ ബുഖാരി ഇവിടെ വിശദീകരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ മോചനത്തിനു വേണ്ടി മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഒക്കെ നിർവചിക്കുന്നത് പ്രകാരം മനുഷ്യന്റെ ഭൗതികവും ആത്മികവുമായ വിജയത്തിനു വേണ്ടി സംവിധാനിച്ച ഒരു വിശുദ്ധ ദർശനമാണ് ഇസ്ലാം. ലോകത്ത് വിവിധങ്ങളായ നാടുകളിലും സമൂഹങ്ങളിലും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ വരികയും അവർ ഈ വിശുദ്ധ മതത്തിന്റെ ദർശനങ്ങൾ ലോകത്തിന് പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് അള്ളാഹു അവന്റെ ദർശനം, അവന്റെ മതം, അവന്റെ ആശയങ്ങൾ, മനുഷ്യൻ ജീവിക്കേണ്ടതിന് വേണ്ടി അവൻ സംവിധാനിച്ച നിയമസംഹിതകൾ മനുഷ്യന്റെ മുന്നിൽ സമർപ്പിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാർഗം. അങ്ങനെ ലോകത്ത് വന്ന നിരന്തരമായി കടന്നു വന്ന പ്രവാചകന്മാർ എല്ലാവരും പഠിപ്പിച്ച ഒരു ദർശനം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നതായിരുന്നു. ആ ദർശനത്തിലേക്കാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരുന്നത്. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ഒരു സത്യ സന്ദേശം സമർപ്പിക്കാനാണ് കടന്നു വന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എന്റെ മുൻഗാമികളായ എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം, ഏറ്റവും ഉത്തമമായ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അതായത് അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. യേശുവാവട്ടെ, മുഹമ്മദ് നബി ആവട്ടെ, മറ്റാരെങ്കിലും ആവട്ടെ, അവരെത്ര മഹാനായ സൃഷ്ടിയാണെങ്കിലും ആരാധനയ്ക്ക് അർഹനാവാൻ ഒരിക്കലും യോഗ്യതല്ല. മറിച്ച് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു മാത്രം. ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ സമാധാനം, അള്ളാഹുവിനുള്ള പൂർണ്ണമായ രൂപത്തിൽ വഴിപ്പെടൽ എന്നൊക്കെയാണ് അതിന്റെ ഭാഷാർത്ഥം. ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ഇങ്ങോട്ട് വന്നത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണെന്നും അവൻ ആരാധിക്കണമെന്ന് സമൂഹത്തെ ഉദ്ബോധിക്കാനാണെന്നും വരുമ്പോൾ അവരെല്ലാവരും ഇസ്ലാമിന്റെ പ്രബോധകന്മാരായിരുന്നു, പ്രവാചകന്മാരായിരുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളോട് ഇക്കാര്യം ഉപദേശിച്ചത് പരിശുദ്ധ ഖുർആനിൽ കാണാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇതേ വിഷയം തന്റെ സമൂഹത്തോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അധ്യായം 2 അൽ ബഖറ 132 133 സൂക്തങ്ങളിൽ വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബുനയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ അം കുൻതും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബുദു ഇലാഹക വഇലാഹ ആബായിക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ് ഇലാഹം വാഹിദം വനഹ്നു ലഹു മുസ്ലിമൂൻ. അല്ലാഹു പറയുന്ന ഒരു നല്ല സിദ്ധാന്തം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇക്കാര്യം ഉപദേശിച്ചിട്ടുണ്ട്. വവസ്സാ ബിഹാ ഇബ്രാഹിമു ബനീഹി വയാഖൂബ്. ഇബ്രാഹിം നബി ഇക്കാര്യം എല്ലാവരോടും ഉപദേശിച്ചു, തന്റെ മക്കളോട് ഉപദേശിച്ചു. വയാഖൂബ്, യാഖൂബ് നബിയും ഇക്കാര്യം ഉപദേശിച്ചു. എന്താണ് അവരൊക്കെ പറഞ്ഞത്? യാ ബുനയ്യ, പ്രിയപ്പെട്ട മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു നിങ്ങൾക്കൊക്കെ പരിശുദ്ധമായ ഇസ്ലാം മതത്തെ ജീവിത ദർശനമായി തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിങ്ങൾ ആ ഒരു ജീവിത ദർശനത്തിലൂടെ മുന്നോട്ട് പോകണം, ആ ഒരു മതത്തിന്റെ ആളുകളായി നിലകൊള്ളണം. ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങളാരും വിശ്വാസികളായിട്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. അം കുൻതും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത്ത്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണമാസന്നമായ സന്ദർഭം മക്കളോട് പറയുന്നു, മാ തഅബുദൂന മിൻ ബഅദി. എന്റെ ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും? എന്റെ ശേഷം നിങ്ങൾ ആരെ ആരാധിക്കും?
ഒരു പ്രവാചകനാകുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം, ഈ യാക്കൂബ് നബി, യൂസുഫ് നബി അടങ്ങുന്ന തന്റെ മക്കളെയെല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് തന്റെ മരണാസന്നമായ സന്ദർഭത്തിൽ ചോദിക്കുന്നു, മാ തഅ്ബുദൂന മിൻ ബഅദി, നിങ്ങൾ എന്റെ ശേഷം ആരെയാണ് ആരാധിക്കാൻ പോകുന്നത്? മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതീക്ഷക്കൊത്ത് മക്കളെല്ലാവരും ഉത്തരം നൽകി, നഅ്ബുദു ഇലാഹക, അങ്ങയുടെ ദൈവം ഞങ്ങൾ ആരാധിക്കും, വ ഇലാഹ ആബായിക, അങ്ങയുടെ പിതാക്കളായിരുന്ന ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹം വാഹിദം വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ഇസ്ഹാഖ് നബി തുടങ്ങിയ നിങ്ങളുടെ പിതാക്കന്മാർ, പൂർവ്വ പിതാക്കന്മാർ, അവരുടെ എല്ലാവരുടെയും ദൈവമാകുന്ന അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. വ നഹ്നു ലഹു മുസ്ലിമൂൻ, ആ അള്ളാഹുവിനെ ഞങ്ങൾ വഴിപ്പെടുക തന്നെ ചെയ്യും. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മരണവക്രത്തിൽ പുത്രന്മാർ നൽകുന്ന സന്തോഷ വൃത്താന്തമായിരുന്നു ഇത്. എല്ലാ പ്രവാചകന്മാരും ഇതാണ് പഠിപ്പിച്ചത്. അള്ളാഹു തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധ ഖുർആൻ അധ്യായം 3 ആലി ഇംറാൻ 19-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമാകുന്നു. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ദർശനം, എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തിന് സമർപ്പിച്ച ദർശനം, അള്ളാഹു അവന്റെ അടിമകളുടെ ഈ ലോകമോചനത്തിന് വേണ്ടി സംവിധാനിച്ച ദൈവികമായ ദർശനം, ഇതാണ് പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമിന്റെ പ്രവാചകന്മാരിൽ ഒരു പ്രധാനിയായിരുന്നു മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓരോ പ്രവാചകന്മാരും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ പലവിധ സമൂഹങ്ങളിലേക്കുമായിരുന്നു, പല ഗോത്രങ്ങളിലേക്കും പല നാടുകളിലേക്കുമാണ് അവർ അവരുടെ ദഅവാ പ്രവർത്തനങ്ങളുമായി വന്നത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനു ഇസ്രായേലിയർക്ക് വന്ന ഒരു പ്രവാചകനായിരുന്നു. നമുക്കറിയാമല്ലോ, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ് ഇസ്രായേൽ എന്ന്. ഈ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കൾ പരമ്പരയായി പോരുന്ന ആളുകളാണ് ബനി ഇസ്രായേലർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ബനി ഇസ്രായേലറിൽ നിരന്തരമായി പ്രവാചകന്മാർ വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് കാണാം, ഇന്ന ബനി ഇസ്രായീല തസൂസുഹുമുൽ അംബിയ ഇദാ ഹലക നബിയ്യുൻ ഖലഫഹു ആഖിർ. ബനു ഇസ്രായേലരിലേക്ക് നിരന്തരമായി പ്രവാചകന്മാർ വന്നിരുന്നു. ഇദാ ഹലക നബിയ്യുൻ, ഒരു നബി എങ്ങാനും മരണപ്പെട്ടാൽ ഖലഫഹു ആഖിർ, മറ്റൊരു നബി പകരം വരും. പലപ്പോഴും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലൊക്കെ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലൊക്കെ ഒരേ സമയത്ത് തന്നെ വ്യത്യസ്തരായ പ്രവാചകന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ നിരന്തരമായി പ്രവാചകന്മാരുടെ ഉദ്ബോധനത്തിന് വിധേയരായിരുന്ന ഈ ബനു ഇസ്രായേലർ എന്ന സമൂഹം, അവർ തന്നെയും പിൽക്കാലത്ത് ആ പ്രവാചകന്മാരുടെ എല്ലാ ദർശനങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ദുഃഖകരമായ അവസ്ഥയാണ് ചരിത്രത്തിന് കാണാനായത്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഏകനായ ദൈവത്തെ ആരാധിക്കണമെന്ന മഹാസത്യം തിരസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തെ തന്നെയും ദൈവമായി വാഴിക്കാനാണ് തന്റെ അനുയായികൾ ശ്രമിച്ചത്, പിൽക്കാലത്ത് ഒരുങ്ങി നിന്നത്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ പലയിടങ്ങളിൽ ഈ ഒരു ആന്തോളനം നമുക്ക് കാണാൻ പറ്റും. ശ്രീബുദ്ധൻ സമ്പദ്വ്യവസ്ഥകളെ കുറിച്ച് പഠിപ്പിക്കുകയും അതിനുവേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്തുവെന്നാലും ദൈവത്തെക്കുറിച്ച് തന്റെ ജീവിതകാലത്ത് ഒരിക്കൽ പോലും പരാമർശിച്ചിട്ടില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ ദൈവമായി മാറ്റാൻ അനുയായികൾ പിന്നീട് മത്സരിച്ചു. അദ്ദേഹം ദൈവത്തിന്റെ നിരയിൽ സ്ഥാനം പിടിച്ചു. ബുദ്ധന്മാർ മാത്രമല്ല, അവസാനം ഈ ഭാരതത്തിൽ ജനിച്ച എല്ലാ ദർശനങ്ങളും ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്ന പുതിയ ഹൈന്ദവ ചിന്തയനുസരിച്ച് ശ്രീബുദ്ധനെ അവതാരമായി സമർപ്പിക്കാൻ വരെ ശ്രീകൃഷ്ണന്റെ സഹോദരനാകുന്ന ബലരാമന് പകരം ദശാവതാരങ്ങളിൽ പ്രധാനിയായ ഒരാളായി ശ്രീബുദ്ധനെ സമർപ്പിക്കാൻ വരെ ഈ ലോകത്ത് ആളുകളുണ്ടായി. ചരിത്രത്തിൽ പലയിടങ്ങളിൽ ഈ ഒരു അവസ്ഥ കാണാൻ പറ്റും. ഏകസത്യ ദൈവത്തെ പറഞ്ഞ യേശുക്രിസ്തുവിന് അല്ലെങ്കിൽ ഈസാ പ്രവാചകന് സംഭവിച്ചത് ഇതാണ്. ദൈവത്തെ ഒരിക്കൽ പോലും പറയാത്ത ശ്രീബുദ്ധന് പോലും സംഭവിച്ചത് പിന്നീട് ദൈവമാകാനുള്ള, ദൈവമായി വിശ്വസിക്കപ്പെടാനുള്ള, ആരാധിക്കപ്പെടാനുള്ള ഒരു സങ്കീർണമായ അവസ്ഥയായിരുന്നു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അധ്യായം 5 അൽ മാഇദ 116-117 വചനങ്ങളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ഒരു ഗംഭീരമായ ഒരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉദ്ധരിക്കുന്നത് കാണാം. ഇത് ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി ഇത്തഖദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. അള്ളാഹു ചോദിക്കുന്നു, യാ ഈസ ഇബ്ന മറിയം, ഈസാ നബി, മറിയത്തിന്റെ മകനാകുന്ന ഈസാ നബി, അൻത ഖുൽത, അങ്ങായിരുന്നോ കൽപ്പിച്ചത്, അൻത ഖുൽത, താങ്കളായിരുന്നോ കൽപ്പിച്ചത്, ലിന്നാസി, അനുയായികളോട്, എന്ത്, നിങ്ങളെയും നിങ്ങളുടെ മാതാവാകുന്ന മറിയത്തെയും ദൈവമായി ആരാധിക്കണമെന്ന് നിങ്ങളായിരുന്നോ കൽപ്പിച്ചത്? അള്ളാഹു ചോദിക്കുന്നു. അള്ളാഹുവിന്റെ കാര്യങ്ങളെ കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, വിശ്വാസികൾ പ്രത്യേകം മനസ്സിലാക്കണം. മറിച്ച് ഓരോ കാര്യവും ചോദിച്ച് കൃത്യമായ രൂപത്തിൽ കണക്കെടുപ്പ് നടത്തുന്ന ആ ലോകത്ത് അള്ളാഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ആരാധിക്കപ്പെട്ടതിനെ കുറിച്ചും അന്വേഷിക്കുകയാണ്. അള്ളാഹുവിനോട് ഈസാ നബി പറഞ്ഞു, സുബ്ഹാനക്, അള്ളാഹുവേ, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വ റബ്ബക്കും. കുറെ കാര്യങ്ങൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ഞാൻ അവരുടെ ഇടയിൽ ജീവിക്കുന്ന കാലം അത്രയും അവരെ സത്യദർശനത്തിലൂടെ മാത്രമാണ് കൊണ്ടുപോയത്. അവർ ഏകനായ ദൈവത്തെ മാത്രം ആരാധിക്കണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. എന്റെയും നിങ്ങളുടെയും റബ്ബാകുന്ന അള്ളാഹു, ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അവരുടെ ഇടയിലായിരുന്ന കാലം ഞാൻ അക്കാര്യം വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ അവരിൽ നിന്ന് ഉയർന്നു പോന്നു. ആ കുരിശ് സംഭവം നടന്നതിന് ശേഷം നീയാണ് അതേക്കുറിച്ച് കൂടുതൽ അറിയുന്നവൻ. അള്ളാഹു ഈ കാര്യം അംഗീകരിക്കുകയും പിന്നീട് ഉമ്മത്ത് മുഹമ്മദിനെ കൊണ്ടുവന്ന് അത് സമൂഹത്തിന്റെ മുമ്പിൽ സാക്ഷികളായി നിർത്തുകയും ചെയ്യുമെന്നൊക്കെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്തിനോട് കാണിച്ചു കൊടുത്ത കാര്യം ഇതായിരുന്നു. ഏകനാകുന്ന ദൈവത്തെ മാത്രം ആരാധിക്കണം, ഏകനായ ദൈവത്തിന് മാത്രം വണങ്ങണം, അവന് മാത്രം ആരാധനകൾ അർപ്പിക്കണം. അതിനപ്പുറം എന്നെയോ ഉമ്മയെയോ പരിശുദ്ധാത്മാവിനെയോ ഗബ്രിയേൽ മാലാഖയെയോ മറ്റാരെയെങ്കിലും ദൈവമായി ആരാധിക്കണമെന്ന്, ദൈവത്തിന്റെ അംശമായി കണക്കാക്കണമെന്ന്, ത്രിത്വദൈവത്തിലെ പ്രധാനപ്പെട്ട ആളത്തങ്ങളായി മനസ്സിലാക്കണമെന്ന് ആ മഹാപ്രവാചകൻ ഒരിക്കലും പറഞ്ഞില്ല, ഒരിക്കലും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം നിവർത്തിപ്പാൻ വന്ന ആ പഴയ നിയമ ബൈബിളും അദ്ദേഹം പ്രചരിപ്പിച്ചുവെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്ന പുതിയ ബൈബിളും ഓരോ അധ്യായവും എടുത്ത് നാം പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിന് വിരുദ്ധമായ രൂപത്തിൽ ഒരു കാര്യമല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് പഴയ പുതിയ നിയമ ബൈബിളുകളിൽ മുഴുക്കെ മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ മുൻഗാമികളാകുന്ന പ്രവാചകന്മാരുമൊക്കെ ഏക സത്യ ദൈവത്തെ കുറിച്ച് സമൂഹത്തെ നിരന്തരം ഉദ്ബോധിപ്പിച്ചത് നമുക്ക് കാണാനാകും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പഴയ നിയമ സുവിശേഷങ്ങൾ അല്ലെങ്കിൽ തൗറാത്ത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ, അതിനെ ഞാൻ നിരൂപിക്കാൻ വേണ്ടി വന്നു എന്ന് നിങ്ങൾ ആരും കരുതരുത്. ആ ബൈബിൾ പുസ്തകങ്ങൾ എന്ന് ഈ പറയുന്ന പഴയ നിയമങ്ങൾ എന്ന പേരിൽ ക്രൈസ്തവർ വിശ്വസിച്ച് പഠിപ്പിക്കുന്ന തൗറാത്ത് പുസ്തകം, ആ തൗറാത്തും ഇവരുടെ കയ്യിലുള്ള പഴയ പുതിയ നിയമ ബൈബിളുകളും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഈ വേദിയിൽ അല്പഭാഷയിൽ ചർച്ച ചെയ്യാനുണ്ട്. ഏതായാലും അവരുടേതായ ശൈലി എടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, അവർ വിശ്വസിക്കുന്ന ഈ പഴയ പുതിയ നിയമ ബൈബിളുകൾ, അതായത് തൗറാത്തും ഇഞ്ചീലും 1-ാം അധ്യായം മുതൽ അവസാന അധ്യായം വരെ നാം പരിശോധിച്ചു നോക്കിയാൽ പഴയ നിയമ ബൈബിളിൽ എത്ര പുസ്തകങ്ങളാണെന്നതിനെ കുറിച്ച് ക്രൈസ്തവ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ജൂതന്മാരോ പോലും ഒരു ഏക സ്വരത്തിലല്ല പഠിപ്പിക്കുന്നത് എന്നൊരു കാര്യം നാം പ്രത്യേകം പരിഗണിക്കണം. പഴയ നിയമ ബൈബിളിൽ കാത്തോലിക്കർ പഠിപ്പിക്കുന്ന പഴയ നിയമ ബൈബിളിൽ 12 അപ്രോക്രിഫ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാനാവും കൂടുതലായിട്ട്. തോബിത്ത്, യൂതിത്ത്, ജ്ഞാനം എന്ന് തുടങ്ങി 12 പുസ്തകങ്ങൾ. അത് പ്രോട്ടസ്റ്റന്റുകാരുടെ ബൈബിളിൽ ഉണ്ടാവാറില്ല. അതുപോലെ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന അപ്രോക്രിഫ ഗ്രന്ഥങ്ങളെ തന്നെ അംഗീകരിക്കുന്ന ആളുകൾ ഒരേ ശൈലിയിലല്ല ഇത് അംഗീകരിക്കുന്നത്. ചില ആളുകൾ ചിലത് ഒഴിവാക്കുന്നു, വേറെ ചിലത് പകരം വെക്കുന്നു. മറ്റു ചില ആളുകൾ പൂർണ്ണമായി ഒഴിവാക്കിയെങ്കിലും ഇവക്ക് പകരം വേറെ ചില പുസ്തകങ്ങൾ വെക്കുന്നു. ഇങ്ങനെ പഴയ നിയമ പുസ്തകം എത്ര എണ്ണമാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ബോധം ക്രൈസ്തവ സുഹൃത്തുക്കൾക്കില്ല. നേരെ മറിച്ച് പുതിയ നിയമ ബൈബിൾ 27 പുസ്തകങ്ങളാണെന്ന് അവർ പറയുന്നു. ആദ്യമായി രചിക്കപ്പെട്ട മർക്കോസിന്റെ പുസ്തകം അത്
നമ്മുടെ കയ്യിലുള്ള ബൈബിളുകളിൽ രണ്ടാമതായിട്ട് കാണും. മത്തായിയുടെ പുസ്തകമാണ് ഒന്നാമതായിട്ടുണ്ടാകുക. ഈ മത്തായിയുടെ പുസ്തകം മുതൽ വെളിപാട് പുസ്തകം എന്ന അവസാന പുസ്തകം വരെയുള്ള 27 പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിൽ ഏതൊന്ന് പരിശോധിച്ചു നോക്കിയാലും ഏകദൈവത്തിനെ കുറിച്ചുള്ള നിരന്തരമായ പഠനങ്ങൾ, നിരന്തരമായ പ്രഖ്യാപനങ്ങൾ, നിരന്തരമായ ഉപദേശങ്ങൾ നമുക്ക് കാണാനാവും. വിശാലമായ സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രചിച്ചതെന്ന പേരിൽ ക്രൈസ്തവർ പരിചയപ്പെടുത്തുന്ന പഞ്ചഗ്രന്ഥികൾ, അതായത് പഴയ നിയമം ബൈബിളിന്റെ ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യാപുസ്തകം, ലേവ്യ പുസ്തകം, ആവർത്തന പുസ്തകം എന്നീ 5 പുസ്തകങ്ങൾ. ഈ 5 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മൂസാ പ്രവാചകന്റെ മരണമൊക്കെ പറയുന്നതുമായ അവസാനത്തെ പുസ്തകമാകുന്ന ആവർത്തന പുസ്തകം. ഈ ആവർത്തന പുസ്തകത്തിന്റെ 6-ാം അധ്യായത്തിലെ 4-ാം വചനം നാം പരിശോധിച്ചു നോക്കുക. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഴി അള്ളാഹു ഇസ്രായേൽ സമൂഹത്തെ ഉപദേശിക്കുന്നു. നമ്മുടെ ദൈവമാകുന്ന യഹോവ ഏകനായ ദൈവം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവം യഹോവയാകുന്നു, ആ ദൈവം ഏകനാകുന്നു. നമ്മുടെ ദൈവം യഹോവയാകുന്നു, ആ യഹോവയാകുന്ന ദൈവം ഏകനാകുന്നു. 2 ആണെന്നോ 3 ആണെന്നോ അല്ലെങ്കിൽ മൂസാ പ്രവാചകൻ അടങ്ങുന്ന ഒരു സംയുക്ത ദൈവമാണെന്നോ പിൽക്കാലത്ത് വരാനുള്ള യേശുക്രിസ്തു അടങ്ങുന്ന ത്രിത്വ ദൈവമാണെന്നോ പഴയ നിയമം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ഇതേ പ്രകാരം തന്നെ 4-ാം അധ്യായത്തിന്റെ 39-ാം വചനത്തിൽ നമ്മുടെ ദൈവമാകുന്ന യഹോവ അവൻ ഏകനാകുന്നു, ആ ഏകനാകുന്ന ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ നീ വിശ്വസിക്കണം, അംഗീകരിക്കണം, സ്നേഹിക്കണം എന്നത് പഠിപ്പിക്കുന്നത് കാണാം. ഇപ്രകാരം യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്, മറ്റ് ഇതര പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെയുമുണ്ട്. സങ്കീർത്തനങ്ങളിൽ കാണാം, മറ്റുള്ള പല ഗ്രന്ഥങ്ങളിലും നമുക്ക് ഏകദൈവത്തെ കുറിച്ച് കാണാൻ പറ്റും. ഇതേ പ്രകാരം തന്നെയാണ് പുതിയ നിയമത്തിന്റെയും അവസ്ഥ. പുതിയ നിയമം ബൈബിളിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 10-ാം വചനത്തിൽ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി സാത്താൻ വന്ന സന്ദർഭത്തിൽ ആ പരീക്ഷണത്തിന്റെ 40 ദിവസത്തിന്റെ അവസാന ദിവസത്തിൽ യേശുക്രിസ്തുവിനോട് ചില അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ സാത്താൻ ആവശ്യപ്പെടുമ്പോൾ യേശുക്രിസ്തു ആ സാത്താനോട് പറയുന്നത്, സാത്താനെ പോകൂ, എന്റെയും നിന്റെയും ദൈവമാകുന്ന ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, വണങ്ങാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ വചനങ്ങളിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് മഹാനായ ഈസാ പ്രവാചകൻ സാത്താനെ ആട്ടി ഓടിക്കുന്നത് നമുക്ക് കാണാനാകുന്നു. ഇതേ പ്രകാരം തന്നെയാണ് മാർക്കോസിന്റെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായം 29-ാം വചനം. ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പരമപ്രധാനമായത് എന്താകുന്നു? നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏകൻ. നമ്മുടെ ദൈവമാകുന്ന കർത്താവ് ഏകൻ, അതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. ഒരു പ്രവാചകൻ വരുന്നത് തന്റെ സമൂഹത്തെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോവാനാണ്, ഒരു സമൂഹത്തെ വിജയത്തിലേക്ക് നയിക്കാനാണ് ഒരു പ്രവാചകൻ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസമാകുന്ന ദൈവസംബന്ധിയായി ഒരു പ്രവാചകൻ എന്ത് പഠിപ്പിക്കണമെന്നതിനെ കുറിച്ച് കൃത്യമായ അവബോധത്തോടുകൂടെ ഈസാ പ്രവാചകൻ പഠിപ്പിച്ചു. ഇസ്രായേലെ കേൾക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്തെന്നാൽ നമ്മുടെ ദൈവം ഏകൻ, അവനെ മാത്രമേ ആരാധിക്കാവൂ, അവനെ മാത്രമേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കാവൂ. ഈ ഒരു കാര്യം ബൈബിളിൽ നമുക്ക് നിരന്തരം കാണാം. 1 തിമോത്തിയോസിന്റെ 2-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ നമ്മുടെ ദൈവം ഏകനല്ലോ, നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥനും ഏകൻ, മനുഷ്യനായ ക്രിസ്തു അത്രേ. മനുഷ്യനായ ക്രിസ്തു അത്രേ. പ്രത്യേകം നാം ശ്രദ്ധിക്കുക, പ്രത്യേകം നാം മനസ്സിലാക്കുക, നമ്മുടെ ദൈവം ഏകൻ, നമ്മുടെയും ദൈവത്തിന്റെയും ഇടയിലുള്ള മധ്യസ്ഥനും ഏകൻ. ആരാണത്? ദൈവമായ ക്രിസ്തു അല്ല, ദൈവത്തിന്റെ അംശമായ ക്രിസ്തു ഒരിക്കലുമല്ല, ത്രിത്വത്തിന്റെ പ്രധാനപ്പെട്ട ആളത്വമാകുന്ന ക്രിസ്തു അല്ല, മനുഷ്യനായ ക്രിസ്തു അത്രേ. ഇത് നമ്മുടെ വചനങ്ങളല്ല, ഏതെങ്കിലും മുസ്ലിം പണ്ഡിതന്റെ നിർമ്മിതികളല്ല, ക്രൈസ്തവ സുഹൃത്തുക്കൾ മുഴുക്കെ അംഗീകരിക്കുന്ന ബൈബിളുകൾ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഴയ നിയമം ബൈബിളിനെ കുറിച്ചൊരു തീരുമാനമെത്തിയിട്ടില്ല. എന്നാൽ ഞാൻ ഉദ്ധരിച്ച ആവർത്തന പുസ്തകം അല്ലെങ്കിൽ യെശയ്യാവിന്റെയും മറ്റും പുസ്തകങ്ങൾ, ഏകത്വത്തെ കുറിച്ച് കൃത്യമായി പറയുന്ന പുസ്തകങ്ങൾ, അതേക്കുറിച്ച് ക്രൈസ്തവർക്കിടയിൽ തർക്കങ്ങളില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിക്കുന്നതാണ്. പുതിയ നിയമത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 27 പുസ്തകങ്ങൾ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്നു. ഈ 27 പുസ്തകങ്ങളിൽ അല്ലെങ്കിൽ പഴയ നിയമം ബൈബിളിൽ നിന്ന് ക്രൈസ്തവർ മുഴുക്കെ അംഗീകരിക്കുന്ന, ആർക്കും ഒരു തർക്കവും ഇല്ലാത്ത പുസ്തകങ്ങളിലൊക്കെയും കാണുന്നത് ഏകദൈവത്തെ കുറിച്ചുള്ള നിരന്തരമായ പ്രഖ്യാപനങ്ങൾ.
ഇതിനു വേണ്ടിയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. മഹാനായ പ്രവാചകൻ പറഞ്ഞത് അതാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോട് തെളിയിച്ചു പറഞ്ഞു തന്നത് അതാണ്. ഈസാ നബി അലൈഹിസ്സലാം ഏക സത്യ ദൈവത്തിലേക്ക് മനുഷ്യനെ ക്ഷണിച്ചു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം ഏക സത്യത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ അത്യത്ഭുതങ്ങൾ കണ്ട് ജനങ്ങളെല്ലാം ആകർഷിക്കപ്പെടുമ്പോൾ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മതം ലോകത്താകെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം അദ്ദേഹത്തിനെതിരെ സമരം ചെയ്തിരുന്ന യഹൂദർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വേരോടെ നശിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനും വേണ്ടി കഠിനമായി അധ്വാനിച്ചിരുന്ന യഹൂദർ പലപ്പോഴും ഈസാ നബിയുടെയും അനുയായികളുടെയും ആദർശങ്ങളെ മണ്ണിട്ട് മൂടാൻ വേണ്ടി അവർക്കെതിരെ കഠിനമായ പീഡനങ്ങൾ നടത്തിയിരുന്ന യഹൂദർ പക്ഷേ തോറ്റു പിന്മാറേണ്ടി വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അനുയായികൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഈസാ നബിയെ കഠിനമായി എതിർത്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതത്തെ കഠിനമായി എതിർത്താൽ കൂടുതലൊന്നും പിടിച്ചു നിൽക്കാനാവില്ലെന്ന ഉത്തമ ബോധത്താൽ കുബുദ്ധികളാകുന്ന ജൂതന്മാരുടെ മനസ്സിൽ ഒരു തന്ത്രം ഉദയം കൊണ്ടു. ആ ഒരു തന്ത്രത്തിൽ ഈസാ നബിയുടെ പിൽക്കാല അനുയായികൾ അറിഞ്ഞോ അറിയാതെയോ അകപ്പെട്ടത് കൊണ്ടാണ് മഹാനായ ഈസാ പ്രവാചകൻ ദൈവത്തിന്റെ ആളത്തമായി തീർന്നത്. വിശാലമായി പറയേണ്ട ഒരു വിഷയമാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് തെർസൂസ് എന്ന ഇന്നത്തെ തുർക്കിയുടെ ഒരു പ്രധാനപ്പെട്ട നഗരത്തിൽ ഷൗൽ എന്ന പേരിൽ അറിയപ്പെടുന്ന, ചില ഗ്രന്ഥങ്ങളിൽ സാവോൾ എന്ന് കാണും, എന്തായാലും ഷൗൽ, സാവോൾ എന്നൊക്കെ പേരുള്ളതായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട പരിപാടി എന്തായിരുന്നു? മഹാനായ ഈസാ നബിയെ കഠിനമായി എതിർക്കുക, ഈസാ നബിയുടെ ദർശനത്തിനെതിരെ അതിശക്തമായ രൂപത്തിൽ പ്രതികരിക്കുക, ഈസാ നബിയുടെ അനുയായികളെ ശക്തമായ രൂപത്തിൽ പീഡിപ്പിക്കുക, എറിഞ്ഞുകൊല്ലുക വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പലപ്പോഴും പല അനുയായികളെയും കാരാഗ്രഹത്തിൽ അടച്ചിട്ടുണ്ട്. പലപ്പോഴും പീഡനങ്ങൾക്ക് വേണ്ടി ഭരണാധികാരികളുടെ മുമ്പിൽ അദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ബൈബിൾ പുസ്തകത്തിന്റെ 4 സുവിശേഷങ്ങൾക്ക് തൊട്ടുടനെയുള്ള അപ്പോസ്തല പ്രവർത്തികൾ എന്ന പുസ്തകത്തിൽ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായ രൂപത്തിൽ ഈ പൗലോസ് യേശുവിന്റെ സഭയ്ക്കെതിരെ നടത്തിയ പീഡനങ്ങൾ വർണ്ണിച്ചത് കാണാം. ഇതേ പ്രകാരം തന്നെ ഗലാത്യർ എന്ന പുസ്തകത്തിലും പൗലോസ് ഈസാ നബിയുടെ അനുയായികൾക്കെതിരെ പ്രവർത്തിച്ചതിന്റെ തപ്തമായ വർണ്ണനകൾ കാണാം. കൊല്ലാൻ ശ്രമിച്ചു, എറിഞ്ഞുകൊല്ലു, പല പെണ്ണുങ്ങളെ വരെ പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള പൗലോസ്, കഠിനമായി ഈസാ നബിക്കെതിരെ പ്രവർത്തിച്ചിരുന്ന പൗലോസ്, യേശുക്രിസ്തുവിനെതിരെ പ്രവർത്തിച്ചിരുന്ന പൗലോസ്, അക്രമത്തിന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോയാൽ ഈസാ മസീഹിന്റെ ദർശനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ തന്റെ നാട്ടിൽ നിന്ന് തനിക്ക് പരിചിതമായിട്ടുള്ള വിവിധങ്ങളായ മതങ്ങളുടെ ദർശനങ്ങളും ആദർശങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക മതം നിർമ്മിക്കുക എന്ന ആ ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈസാ നബിയുടെ മതത്തെ വൈകല്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമം തുടങ്ങി. അങ്ങനെയാണ് അപ്പോസ്തല പ്രവർത്തികയുടെ 9-ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ വിവരിക്കുന്ന ഡമാസ്കസിലേക്കുള്ള അയാളുടെ യാത്ര ആരംഭിക്കുന്നത്. ഡമാസ്കസിലേക്ക് അയാൾ പോയ പശ്ചാത്തലവും നോക്കണം. ഈസാ നബിയുടെ അനുയായികൾ ഡമസ്കസിൽ ശക്തമായ രൂപത്തിൽ പ്രബോധനങ്ങൾ നടത്തുന്നുണ്ടെന്നും അത് കാരണമായി അനേകർ ക്രൈസ്തവ മതത്തിലേക്ക്, എന്ന് വെച്ചാൽ ഈസാ നബി പ്രചരിപ്പിച്ച ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കിയ പൗലോസ് അവരെ നശിപ്പിക്കാനും അവർക്കെതിരെ സമരം ചെയ്യാനും വേണ്ടിയാണ് ഡമസ്കസിലേക്ക് പോയത്. ആ പോകുന്ന വഴിയിൽ പൗലോസ് ഒരു നാടകം ഒപ്പിച്ചു. പല ആളുകളും അതേക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പൗലോസ് കാണിച്ച ആ പരിപാടിയെക്കുറിച്ച് കൃത്യമായ രൂപത്തിൽ ഗ്രന്ഥരചന നടത്തിയ ആളുകളുണ്ട്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ആ അപ്പോസ്തല പ്രവൃത്തിയുടെ 9-ാം അധ്യായത്തിന്റെ 3-ാം വചനത്തിൽ കാണാം, പെട്ടെന്ന് പൗലോസ് ആ യാത്രാമധ്യേ ബോധരഹിതനായി വീണു. ആരും പ്രത്യേകിച്ച് ശബ്ദമോ മറ്റൊന്നും കേൾക്കുന്നില്ല. പൗലോസ് ബോധരഹിതനായി വീണു. എന്നിട്ട് ആളുകളൊക്കെ കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ച സമയത്ത് അയാൾ പറഞ്ഞു, എന്റെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, സൗൽ, നീ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവാണ് ഞാൻ, നീ എന്തിന് എന്റെ സഭയെ പീഡിപ്പിക്കണം? അങ്ങനെയൊക്കെ യേശു എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ യേശുവിനെ വിശ്വസിക്കുകയും യേശുവിന്റെ ആളായി തീരുകയും ചെയ്തു. ഇനി ഞാൻ നിങ്ങളുടെ ശ്ലീഹയാണ്, പുരോഹിതനാണ്, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനാണ് എന്ന് പൗലോസ് അവിടെ പ്രചാരണം നടത്തുന്നു.
പൗലോസിന്റെ കൂട്ടുകാരനാകുന്ന ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തി എഴുതി വെക്കുന്നത്. മറ്റാർക്കും ഇതേക്കുറിച്ചൊരു സംഭവം അറിയുന്നില്ല. മറ്റൊരു ബൈബിൾ ഗ്രന്ഥങ്ങളിലും നമുക്കത് കാണുന്നില്ല. മറ്റൊരു പുസ്തകങ്ങളിലും ഇതേക്കുറിച്ചുള്ള വർണ്ണനകളില്ല. മറിച്ച് പൗലോസും ലൂക്കോസും കൂടെ സംഘടിപ്പിച്ച ഈ ഒരു പരിപാടിയിൽ, അങ്ങനെയാണ് പല പണ്ഡിതന്മാരും പറയുന്നത്, ആ പരിപാടിക്ക് അവസാനമായി കൊണ്ട് ഈസാ മസീഹിന്റെ മതത്തിലേക്ക് ഞാൻ വന്നു പൗലോസ് പ്രചരിപ്പിക്കുന്നു. പക്ഷേ കഠിനമായി യേശുക്രിസ്തുവിനെ എതിർത്തിരുന്ന, ഈസാ മസീഹിന്റെ ഇസ്ലാമിനെ എതിർത്തിരുന്ന ഈ മനുഷ്യനെ വിശ്വസിക്കാൻ അന്നത്തെ ആളുകൾക്കായില്ല. യേശുവിൽ നിന്ന് മതം പഠിച്ച ആളുകൾക്കൊന്നും അതിന് കഴിഞ്ഞില്ല. അവർ പൗലോസിനെതിരെ പ്രവർത്തിച്ചു. അങ്ങനെ എല്ലാ കോണുകളിൽ നിന്നും പൗലോസിനെതിരെ എതിർപ്പുകളുണ്ടായി. നമ്മുടെ കയ്യിലുള്ള ബൈബിൾ ഗ്രന്ഥങ്ങളിൽ പല പുസ്തകങ്ങളിലും ഈ ബൈബിളിലെ ഓരോ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഭാഗങ്ങൾ കാണാം. KCBCയുടെ ബൈബിളിന്റെ 205 പേജിലും, അതേ പ്രകാരം പിഷീത്ത ബൈബിളിന്റെ 215 പേജിലുമൊക്കെ എന്തിനാണ് പൗലോസ് പലവിധ ഗ്രന്ഥങ്ങൾ രചിച്ചത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലനാണെന്നോ യേശുവിന്റെ ആളാണെന്നോ ആരും വിശ്വസിക്കാതെ വന്നപ്പോൾ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ എഴുതിയ കത്തുകളാണ് പുതിയ നിയമം ബൈബിളിലെ 14 പുസ്തകങ്ങളിലും. ആലോചിച്ച് നോക്കുക, ആകെ 27 പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിലുള്ളത്. അതിൽ 14 ഗ്രന്ഥങ്ങളും പൗലോസ് തന്റെ ദർശനത്തെ സമർത്ഥിക്കാൻ വേണ്ടി എഴുതിയതാണ്. താൻ ശ്ലീഹയാണെന്നും യേശുവിന്റെ ആളാണെന്നും സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി, വിശ്വസിപ്പിക്കാൻ വേണ്ടി പൗലോസ് എഴുതിയതാണ് അതിലെ 14 പുസ്തകങ്ങളും. അദ്ദേഹത്തിന്റെ ദർശനങ്ങളാണ് അതിൽ പറയുന്നത്. എന്നിട്ടൊന്നും ആരും അതും അംഗീകരിച്ചില്ല. എല്ലാവരും എതിർത്തു. പൗലോസിനെതിരെ ശക്തമായ പ്രചാരണങ്ങൾ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഗലാത്യർക്ക് കത്തെഴുതേണ്ടി വന്നു. ഞാൻ നിങ്ങളുടെ ശ്ലീഹയാണെന്ന് സമർത്ഥിക്കാൻ അദ്ദേഹത്തിന് കഠിനമായി പണിപ്പെടേണ്ടി വന്നു. അവസാനം ബർണബാസിന്റെ ഉപദേശത്തോടുകൂടെ ോടുകൂടെ കുറച്ചാളുകളൊക്കെ അയാൾ അംഗീകരിച്ചു. അങ്ങനെ പൗലോസും യേശുവിന്റെ ശിഷ്യന്മാരിൽ പെട്ടു എന്നൊരു വിശ്വാസം രൂപീകൃതമായി. ഇവിടെ വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ യേശുവിന്റെ മതം താറുമാറാക്കപ്പെട്ടത്. യേശുവിന്റെ മതം പൂർണ്ണമായ രൂപത്തിൽ മാറി മറ്റൊരു യവന ഗ്രീക്ക് ദർശനം കടന്നുകൂടിയ മതമായി മാറുന്നത് അങ്ങനെയാണ്. ഏകത്വത്തിൽ നിന്ന് ക്രൈസ്തവത മാറിപ്പോകുന്നത് അങ്ങനെയാണ്. ഓരോന്നും പഠിച്ച പണ്ഡിതന്മാർ 10-15 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞത് കാണാം. പൗലോസ് ക്രിസ്തു മതത്തിലേക്ക് കൂട്ടിച്ചേർത്ത 10-15 കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട 2-3-4 നമുക്കിവിടെ ചർച്ച ചെയ്യാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വചനത്തിൽ നമുക്ക് കാണാം. ന്യായപ്രമാണത്തെയോ, ചില ബൈബിളിൽ ഇങ്ങനെ തന്നെ കാണാം, മൂസാ പ്രവാചകന്റെ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് നിങ്ങൾ ആരും നിരൂപിക്കരുത്. നീക്കാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. എന്താണ് യേശുക്രിസ്തു പറയുന്നത്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ന്യായപ്രമാണം, അതായത് തൗറാത്ത് പുസ്തകം, ഈ തൗറാത്തിനെ നീക്കാൻ വേണ്ടി ഞാൻ വന്നു എന്ന് നിങ്ങൾ ആരും കരുതാൻ പാടില്ല. നീക്കാനല്ല ഞാൻ വന്നത്, മറിച്ച് നിവർത്തിപ്പാനാണ്. ഈ ഈസാ നബി വന്നത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മതത്തെ നിലനിർത്താനാണ്, കിതാബിനെ നിലനിർത്താനാണ്. അല്ലെങ്കിലും നിലവിലുള്ള പുതിയ നിയമം ബൈബിൾ പരിശോധിച്ചാൽ നമുക്കറിയാം, ആ പുതിയ നിയമം ബൈബിളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ആരാധനകൾ അർപ്പിക്കണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു വിശദീകരണം ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ബൈബിളിന്റെ സത്ത ആദ്യത്തെ 4 സുവിശേഷങ്ങളാണ്. ഈ 4 സുവിശേഷങ്ങളിൽ യേശു പോയതും യേശു വന്നതും യേശു രോഗികളെ സുഖപ്പെടുത്തിയതും ഒക്കെയുള്ള വർണ്ണനകളാണ്. അല്ലാതെ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ രൂപത്തിലുള്ള പരാമർശങ്ങൾ അതിലില്ല. അക്കാര്യങ്ങളൊക്കെ പിന്നെ എവിടെയാണുള്ളത്? പഴയ നിയമം ബൈബിളിലാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ന്യായപ്രമാണത്തെ നീക്കാൻ വേണ്ടി ഞാൻ വന്നതല്ല, മറിച്ച് നിവർത്തിപ്പാനാണ് ഞാൻ വന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫിൽ 6-ാം വചനത്തിൽ പറയുന്നത് കാണാം, വൈദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലൂ ഹാദാ സിഹ്റുൻ മുബീൻ. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നതായി അല്ലാഹു ഉദ്ധരിക്കുന്നു. ഇത് ഖാല ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, യാ ബനി ഇസ്രായീൽ, ഇസ്രായേൽ സമൂഹമേ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും, ഞാൻ നിങ്ങളിലേക്ക് നിയോഗിതനായ ഒരു ദൈവദൂതനാകുന്നു, ഒരു റസൂലാകുന്നു. മുബശ്ശിറൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത്, എന്റെ മുമ്പിലുള്ള മൂസാ പ്രവാചകന്റെ തോറാ പുസ്തകം
നിലനിർത്തുന്നവനായും അതിനെ അംഗീകരിക്കുന്നവനായും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത് തൗറാത്ത്, എന്റെ മുമ്പിലുള്ളതായ തോറാ പുസ്തകം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശുദ്ധമായ വേദപുസ്തകം, ആ വേദപുസ്തകത്തെ അംഗീകരിക്കുന്നവനും വാസ്തവമാക്കുന്നവനുമായി ഞാൻ ഇവിടെ വന്നിരിക്കുന്നു. അഹമ്മദ്, എന്റെ ശേഷം വരാനിരിക്കുന്ന അഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ കുറിച്ച് സുവിശേഷം അറിയിക്കാൻ കൂടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതായി പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് പ്രധാനമായും ഈ മൂസാ നബിയുടെ തൗറാത്ത് നിലനിർത്താനായിരുന്നു. പക്ഷേ പൗലോസ് പറഞ്ഞു പരത്തി, ഇനി ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പൗലോസ് പറയുന്നു. മറിച്ച് വിശ്വാസത്തിലൂടെയാണ് വിശുദ്ധി വരിക. അദ്ദേഹത്തിന് ഇങ്ങനെ നല്ലൊരു ബുദ്ധി ഉണ്ടായിരുന്നു. കുറച്ച് നല്ല ഐഡിയ പറയും. വിശ്വാസത്തിലൂടെയാണ് വിശുദ്ധരാവുക, ന്യായപ്രമാണത്തെ അംഗീകരിക്കുന്നതിലല്ല എന്ന രൂപത്തിൽ അയാൾ സംസാരിക്കും. കേൾക്കുന്ന ആളുകൾക്ക് തോന്നും ശരിയാണ്, വിശ്വാസത്തിലൂടെയാണല്ലോ വിശുദ്ധി. പക്ഷേ പൗലോസിനെയും മറ്റുള്ള പത്രോസിനെയും മത്തായിയെയും യോഹന്നാനെയും ഒക്കെ അവരെക്കാളുമൊക്കെ ഇതേക്കുറിച്ചറിയുന്ന, അള്ളാഹുവിനെ കുറിച്ചറിയുന്ന, ദൈവത്തെ കുറിച്ചറിയുന്ന ഈസാ മസീഹ് പറഞ്ഞതെന്താണ്? ന്യായപ്രമാണത്തെ നീക്കാൻ ഞാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കാൻ പാടില്ല. പൗലോസ് നിരൂപിച്ചു. യേശു പറഞ്ഞതല്ല ശരി എന്ന വിധം അയാൾ സംസാരിച്ചു. ന്യായപ്രമാണത്തെ നീക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കണം, ഇനി എന്റെ സുവിശേഷം എന്നൊക്കെ അദ്ദേഹം പറയുന്നത് കാണാം. ഇങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം തൗറാത്തിന്റെ നിലനിൽപ്പ്, അതിനെ പൗലോസ് കഠിനമായ രൂപത്തിൽ ചോദ്യം ചെയ്തു. ഇതേ പ്രകാരം അദ്ദേഹത്തിന്റെ കത്രികക്ക് വിധേയമായ യേശുവിന്റെ ഒരു ദർശനമാണ് പരിച്ഛേദനയേൽക്കുക എന്നത്. അബ്രഹാം പിതാവും ദൈവവുമായി നടന്ന ഉടമ്പടിയുടെ ചിഹ്നമായി, അടയാളമായി അബ്രഹാം പിതാവ് പരിച്ഛേദനയേൽക്കുകയും അതിന്റെ ശേഷം എല്ലാ യഹൂദരും അവരുടെ മതത്തിന്റെ ആചാരമായി പരിച്ഛേദനയെ കൊണ്ടുപോവുകയും ചെയ്തു. സുന്നത്ത് കല്യാണം, ഖിതാൻ കഴിക്കൽ. നമുക്കറിയാലോ, സെമിറ്റിക് മതങ്ങളിലൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. ഇസ്ലാം മതത്തിലുണ്ട്, ജൂതമതത്തിലുണ്ട്. ഈസാ നബി ചെയ്തിരുന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനത്തിന്റെ 8-ാം ദിവസം പരിച്ഛേദനയേറ്റുവെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 21-ാം വചനത്തിൽ നമുക്ക് കാണാനാകും. ഈസാ നബി അദ്ദേഹത്തിന്റെ ഖിതാൻ കർമ്മം നിർവഹിച്ചിരുന്നു. ഈ പരിച്ഛേദനയേറ്റ ഈസാ നബിയുടെ അല്ലെങ്കിൽ തന്റെ അനുയായികളുടെ മൊത്തം ദർശനത്തെ മാറ്റിക്കൊണ്ട് ഇദ്ദേഹം പറഞ്ഞു, ഇനി പരിച്ഛേദനയേൽക്കുന്നതിൽ കാര്യമില്ല, ഇനി പരിച്ഛേദനയേൽക്കുന്നതിൽ കാര്യമില്ല. ആരും ഇനി പരിച്ഛേദനയേൽക്കണമെന്നില്ല, ഖിതാൻ കഴിക്കണമെന്നില്ല. ഇതൊരു കർമ്മപരമായ പ്രശ്നമാണ്. നേരത്തെ പറഞ്ഞതൊരു വിശ്വാസപരമായ പ്രശ്നമായിരുന്നു. ഇങ്ങനെ കുറേയേറെ കാര്യങ്ങൾ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് ബനി ഇസ്രായേലിലേക്കാണെന്ന് നാം നേരത്തെ പറഞ്ഞു. മറ്റ് പ്രവാചകന്മാരൊക്കെയും ഓരോ ഗോത്രങ്ങളിലേക്കും നാടുകളിലേക്കുമായിരുന്നു. മഹാനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ് എല്ലാ ജനങ്ങളിലേക്കുമായി നിയോഗിതരായിട്ടുള്ളത്. സൂറത്തുൽ അറാഫിന്റെ 157, 158 ഒക്കെയുള്ള വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഖുൽ യാ അയ്യുഹന്നാസു ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, നബിയെ പറയുക, ഞാൻ നിങ്ങളിലേക്കുള്ള എല്ലാവരിലേക്കുമുള്ള പ്രവാചകനാകുന്നു. അതങ്ങനെ തന്നെയാണ് വരേണ്ടതും. എന്തുകൊണ്ട്? നിരന്തരമായ പ്രവാചകന്മാരുടെ ആഗമനത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ പ്രവാചകത്വ പരമ്പര അവസാനിക്കുകയാണ്. അധ്യായം 5 അൽ മാഇദ 3-ാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ബിക്കുമുൽ ഇസ്ലാമ ദീന. ഈ ദിവസത്തിൽ നിങ്ങളുടെ മതം പൂർത്തിയാക്കി ഞാൻ നൽകിയിരിക്കുന്നു. ഈ ദിവസത്തിൽ നിങ്ങളുടെ മതം പൂർത്തിയാക്കിയിരിക്കുന്നു. അത് ഇസ്ലാം എന്ന സത്യസന്ധമായ മതമായി ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗമനത്തിന്റെ അവസാനം, റസൂലിന്റെ പ്രബോധനത്തിന്റെ അവസാന ഘട്ടത്തോടുകൂടെ ഇസ്ലാം പൂർണ്ണമായി. വ്യക്തമായ രൂപത്തിൽ അള്ളാഹു ഇത് അധ്യായം 33 അൽ അഹ്സാബിന്റെ 40-ാം വചനത്തിൽ പറയുന്നത് കാണാം. വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലല്ലാഹ് വഖാതമൻ നബിയ്യീൻ. അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ആരുടെയും പിതാവല്ല, മറിച്ച് റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂലാണ്. വഖാതമുൻ നബിയ്യീൻ, അള്ളാഹുവിന്റെ റസൂലാണ്, അന്ത്യപ്രവാചകനുമാകുന്നു. അള്ളാഹുവിന്റെ റസൂലോടുകൂടെ മതം പൂർത്തിയായി.
ഇനി ഒരു പ്രവാചകനും വരാനില്ലാത്തത് കൊണ്ട് സർവ്വലോകത്തെയും സർവ്വജനങ്ങളെയും സർവ്വ സമൂഹത്തെയും മനുഷ്യരെയും ജിന്നുകളെയും എല്ലാവരെയും നിയന്ത്രിക്കുന്ന അവർക്കൊക്കെ മതം പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനായി വരുന്നത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മറിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരായിരുന്നു? ബനു ഇസ്രായേലിലേക്ക് നിയോഗിതനായ ഒരു പ്രവാചകൻ, അല്ലെങ്കിൽ ബനു ഇസ്രായേലിലേക്ക് വന്ന പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ ഒരു മനുഷ്യൻ. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ഇക്കാര്യം പലപ്പോഴായിട്ട് പറയുന്നത് നമ്മുടെ മുമ്പിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 24-ാം വചനത്തിൽ ഈസാ നബിയും അനുയായികളും ഇങ്ങനെ നടന്നു പോകുന്ന സന്ദർഭത്തിൽ അന്യഗോത്രക്കാരിയായ ഒരു പെണ്ണ് വന്നുകൊണ്ട് അവരുടെ മകളുടെ പക്ഷപാതം എന്ന തളർത്തിക്കളയുന്ന രോഗം സുഖപ്പെടുത്താൻ വേണ്ടി യേശുവിനോട് ആ കുട്ടിയെ ഒന്ന് തടവാൻ ആവശ്യപ്പെടുന്നത് പറയുന്നത് കാണാം. ഈ പെണ്ണ് വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് എന്റെ മകളുടെ രോഗം സുഖപ്പെടാൻ അങ്ങൊന്ന് തടവി അനുഗ്രഹിക്കണമെന്നാണ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബനു ഇസ്രായേലിൽ നിന്ന് കാണാതെ പോയിട്ടുള്ള ആടുകളിലേക്ക് മാത്രമാണ് ഞാൻ നിയോഗിതനായിട്ടുള്ളത്. ആ പെണ്ണ് പിന്നെയും പിറകെ കൂടി. ഈസാ നബിയുടെ അനുയായികൾക്ക് വലിയ വിഷമം തോന്നി. അവർ പറഞ്ഞു, ഗുരു, ആ സ്ത്രീ അതാ നമ്മെ വിടാതെ പിന്തുടരുന്നു, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്താലുമെന്ന രൂപത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോ, അനുയായികൾ പറഞ്ഞപ്പോ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്തായിയുടെ ഇതേ അധ്യായത്തിന്റെ 26-ാം വചനത്തിൽ പറയുന്നു, സ്വന്തം പുത്രന്മാരുടെ ഭക്ഷണമെടുത്ത് അപ്പമെടുത്ത് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. എത്ര തീവ്രമായൊരു പ്രയോഗം! അന്യജാതിക്കാരായ ഒരു പെണ്ണ് വന്നിട്ട് എന്റെ മകളെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോ ആ അനുഗ്രഹം പോലും, ഈസാ നബിയുടെ അനുഗ്രഹം പോലും എന്റെ സമൂഹത്തിലേക്ക് മാത്രം പരിമിതപ്പെടണമെന്ന കൽപ്പന വളരെ ശക്തമായ രൂപത്തിൽ ഈസാ പ്രവാചകൻ പറയുന്നു. എന്റെ അനുഗ്രഹങ്ങളൊക്കെ ബനു ഇസ്രായേലിലേക്കുള്ളതാണ്, ഇസ്രായേൽ സമൂഹത്തിലേക്കുള്ളതാണ്. എന്റെ ആ കുട്ടികൾക്കുള്ള അപ്പമെടുത്ത് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല. ഇത്ര വലിയൊരു ഉപമ, എന്തൊരു വലിയ ഉപമ! ഇതിലേറെ ഈ കാര്യം വിശദീകരിക്കാൻ ആർക്ക് കഴിയും? സ്വന്തം മക്കളുടെ അപ്പമെടുത്ത് പട്ടിക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗുണമല്ല. ഈസാ നബി പറയുന്നു, യേശു ക്രിസ്തു പറയുന്നു, എന്താണ് ഇതിന്റെ അർത്ഥം? ഞാൻ വന്നത് ബനു ഇസ്രായേലരെ സംസ്കരിക്കാനാണ്, എന്റെ ആ ദൗത്യത്തിന് പിന്തുണയേകാനാണ് എന്റെ അത്ഭുതങ്ങൾ. ഞാൻ രോഗം മാറ്റുന്നതും ഞാൻ പക്ഷിയെ പടച്ച് അതിന് ആത്മാവ് ഊതുന്നതും ഭക്ഷണം വർദ്ധിപ്പിക്കുന്നതും മറ്റെന്തൊക്കെ അത്ഭുതങ്ങൾ ഞാൻ നടത്തുന്നുണ്ടോ അതൊക്കെയും ബനു ഇസ്രായേലരെ മതത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഈ പെണ്ണ് ബനു ഇസ്രായേലേ അല്ല, അതുകൊണ്ട് അവരെ ഞാൻ നന്നാക്കേണ്ട കാര്യമില്ല. 12 അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തുകൊണ്ട് യേശുക്രിസ്തു അവരെ പ്രബോധനത്തിലേക്ക് അയക്കുന്നത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 5-6 വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം അവർക്ക് നൽകുന്ന ഉപദേശം എന്താണ്? നിങ്ങൾ ജാതികളുടെ അങ്ങോട്ട് പോവരുത്, ഇസ്രായേലരല്ലാത്ത ഒരു സമൂഹത്തിലേക്ക് നിങ്ങൾ പോവരുത്, ശരമ്യക്കാരുടെ പട്ടണത്തിലേക്ക് നിങ്ങൾ പോകരുത്. പിന്നെയോ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് കാണാതെ പോയ ആട്ടിൻപറ്റങ്ങളിലേക്ക് തന്നെ ചെല്ലുവീൻ. നിങ്ങൾ പോവേണ്ടത് എങ്ങോട്ടാണ്? ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് കാണാതെ പോയ ആട്ടിൻപറ്റങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾ ശരമ്യരുടെ പട്ടണത്തിലേക്ക് പോവേണ്ടതില്ല, നിങ്ങൾ മറ്റ് ജാതികളുടെ അടുത്തേക്ക് പോവേണ്ടതില്ല, ഇസ്രായേൽ സമൂഹത്തിലേക്ക് മാത്രം ചെല്ലുക. തന്റെ അനുയായികൾക്ക് പ്രബോധനത്തിന് വിടുമ്പോൾ ആ മഹാപ്രവാചകൻ നൽകിയ ഉപദേശമായിരുന്നു ഇത്. പക്ഷേ പൗലോസിന് ഇത് പറ്റിയില്ല. അദ്ദേഹം വിജാതരുടെ അപ്പോസ്തലനാണെന്ന് പ്രഖ്യാപിച്ചു കളഞ്ഞു. മറ്റുള്ള മതക്കാരെ, മറ്റുള്ള ജാതികളെ യേശുവിന്റെ ദർശനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിതനായ അപ്പോസ്തലനാണ് ഞാനെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കളഞ്ഞു. പുതിയ നിയമത്തിന്റെ ഇപ്പോഴിറങ്ങുന്ന ചില കോപ്പുകളിലൊക്കെ വിജ്ഞാന വീതികൾ എന്ന പേരിൽ ചില വിശദീകരണങ്ങൾ കൊടുത്തത് കാണാം. അങ്ങനെയുള്ള ഒരു വിജ്ഞാന വീതിയിൽ യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ അപ്പോസ്തലന്മാരിൽ പെടുന്ന പത്രോസ് നീ പാറയാകുന്നു എന്നൊക്കെ യേശു വിശദീകരിച്ചു പറഞ്ഞ പത്രോസും ഈ പൗലോസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിപ്പിക്കുമ്പോ ഒന്നാമതായിട്ട് തന്നെ പറയുന്നത് പത്രോസ് യേശുവിനെ പോലെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് മാത്രമായിരുന്നു ജനങ്ങളെ ക്ഷണിച്ചിരുന്നത്, മറിച്ച് പൗലോസ് ചെയ്തതോ വിജാതീയരെ കൂടെ ക്ഷണിച്ചു എന്നാണ്. യേശുക്രിസ്തു പറഞ്ഞ ദർശനത്തിന് പൂർണ്ണമായി വിരുദ്ധമായി കൊണ്ട് പൗലോസ് ഇതര ജാതികളെ കൂടെ യേശുവിന്റെ മതത്തിലേക്ക് ക്ഷണിക്കുന്നു. ഇത് അദ്ദേഹം ചെയ്തു കൂട്ടിയ മറ്റൊരു കാര്യമാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ യേശുക്രിസ്തു പഠിപ്പിച്ച മോചനത്തിന്റെ മാർഗം പൗലോസ് പറ്റ മാറ്റിമറിച്ചു.
യേശുക്രിസ്തു എങ്ങനെ ജീവിക്കണമെന്നായിരുന്നു സമൂഹത്തിനോട് പഠിപ്പിച്ചത്? ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഈ ലോകത്തിനപ്പുറമുള്ള ഏറ്റവും ഭയാനകരമായ അമേയമായ അവസാനിക്കാത്ത ലോകത്ത് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് യേശുക്രിസ്തു കൃത്യമായ രൂപത്തിൽ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ലൂക്കോസിന്റെ പുസ്തകത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹത്തോട് പോയിട്ട് എങ്ങനെയാണ് നന്നാവേണ്ടത് എന്നതിനെ കുറിച്ച് പറയുമ്പോ, രക്ഷപ്പെടാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഒരാൾ അന്വേഷിക്കുമ്പോ അദ്ദേഹം പറയുന്നത് കാണാം, കൽപ്പനകളെ പ്രമാണിക്കുക. കൽപ്പനകൾ, അതായത് ഇഞ്ചീലിലും തൗറാത്തിലുമൊക്കെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുക, അങ്ങനെ ദാനം ചെയ്യുക, ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് ആരാധനകൾ അർപ്പിക്കുക. ഇങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. എത്ര സന്തോഷകരമായ രൂപത്തിൽ, എത്ര ഭംഗിയായ രൂപത്തിലാണ് അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഉപദേശിച്ചത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 28-ാം വചനത്തിൽ യേശുക്രിസ്തു പറയുന്ന ഒരു വലിയ സംഭവം അദ്ദേഹം പറയുന്നു, വ്യഭിചരിക്കുന്നത് തിന്മയാണെന്ന് ന്യായപ്രമാണത്തിലുണ്ടല്ലോ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അന്യ സ്ത്രീകളെ കണ്ണുകൊണ്ട് നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ്. വ്യഭിചരിക്കുക മാത്രല്ല തിന്മ, അന്യ സ്ത്രീകളെ കണ്ണുകൊണ്ട് നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരമാണ്. തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ ആ കണ്ണ് ചുഴിന്ന് കളയുക. കാരണം 2 കണ്ണുള്ളവനായി നരകലോകത്ത് പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതത്രേ. 2 കണ്ണുള്ളവനായി നരകലോകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗലോകത്തിൽ പോകുന്നതത്രേ. അദ്ദേഹം പിന്നെയും പറയുന്നു, തെറ്റ് ചെയ്യാൻ നിന്റെ കൈ കാരണമാകുന്നെങ്കിൽ ആ കൈ ഛേദിച്ചു കളയുക. കാരണം 2 കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കയ്യനായി സ്വർഗത്തിൽ പോകുന്നതത്രേ. അങ്ങനെ കാലിനെ കുറിച്ചുമൊക്കെ അയാൾ വിശദീകരിക്കുന്നു. എന്താണ് ഈ ഒരു നല്ല സിദ്ധാന്തത്തിലൂടെ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്? സ്വർഗലോകത്ത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ലോകത്തിലുള്ള ജീവിതത്തിന് ശേഷം സുഖാനുഭൂതികളുടെ പറുദീസയിലേക്ക് പോവണമെങ്കിൽ നല്ലവനായി ജീവിക്കണം, ധാർമ്മികത പുലർത്തണം, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളണം, കൽപ്പനകൾക്ക് പ്രാമാണ്യം കൊടുക്കണം. അങ്ങനെ ശിശുക്കളെപ്പോലെ നന്നായി തീർന്നാൽ അദ്ദേഹം അനുഗ്രഹിക്കാൻ വേണ്ടി കുറെ ആളുകൾ ചെറിയൊരു കുട്ടിയുമായി അദ്ദേഹത്തെ സമീപിക്കുന്നത് ഈ വേദഭാഗങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇപ്രകാരം തന്നെ മത്തായിയുടെ സുവിശേഷത്തിന്റെ 19-ാം അധ്യായത്തിലും നമുക്ക് കാണാം. ആ കുട്ടികളുമായി വന്നപ്പോൾ യേശുവിന്റെ അനുയായികൾ കുട്ടിയെ മാറ്റിവെച്ചു, അവൻ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ചു. ആ സമയത്ത് യേശുക്രിസ്തു പറഞ്ഞു, കുട്ടികളെ എന്റെ അരികിലേക്ക് വരുന്നതിൽ നിന്ന് തടയരുത്, ഇവരെ പോലെയുള്ളവർക്കാണല്ലോ സ്വർഗലോകം, ഇവരെ പോലെയുള്ള ആളുകൾക്കാണല്ലോ സ്വർഗലോകം. എന്താണ് കുട്ടികളുടെ പ്രത്യേകത? ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കപടർ, ചെറിയ കുഞ്ഞുങ്ങൾ, നന്മതിന്മകളെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ, തിന്മയുടെ ഒരഴുക്കുചാലിലും വന്നുപെടാത്ത ആളുകൾ, ഇവരെ പോലെയുള്ള ആളുകൾക്കാണല്ലോ സ്വർഗലോകമെന്ന് യേശുക്രിസ്തു പറയുന്നു. ക്രൈസ്തവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദർശനത്തെയാണ് ഇതുവഴി ചോദ്യം ചെയ്യുന്നത് അദ്ദേഹം. അവർ പറയുന്നുണ്ടല്ലോ, ആദ്യ പാപം എന്ന് പറയുന്ന ഒരു ഒഴിച്ചാൽ ഒഴിയാത്ത ഒരു വലിയ വിപത്ത്, പണ്ടെങ്ങാണ്ട് ആദാം ചെയ്തൊരു തെറ്റ് തലമുറകൾ കൈമാറി പതിറ്റാണ്ടുകൾക്ക് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം എല്ലാ മക്കളിലും സന്നിവേശിച്ചിരിക്കുന്നുവെന്ന ആ ഒരു ദർശനം യേശു അതിന്റെ കടക്ക് കത്തിവെക്കുന്നു. ഇവരെ പോലെയുള്ള കുട്ടികൾ, ഇവർക്കാണല്ലോ സ്വർഗലോകം. പൗലോസ് ഇവിടെയും തിരുത്തു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നല്ലവനായി ജീവിക്കുക അതല്ല സ്വർഗലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗം, മറിച്ച് യേശുക്രിസ്തുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുകയും അദ്ദേഹം ക്രൂശിലേറിയത് നമ്മുടെ പാപം പേറാനാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത് വഴിയാണ് സ്വർഗലോകത്തിലേക്ക് പോവാനാവുക. പൗലോസ് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത വളരെയേറെ മാരകമായ ദർശനങ്ങൾ യേശുവിന്റെ മതത്തിലേക്ക് ബുദ്ധിമാനായ പൗലോസ് കൂട്ടിച്ചേർക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാകുന്ന ലൂക്കോസിനെയും യോഹന്നാനെയും ഒക്കെ സ്വാധീനിക്കുന്നു. യോഹന്നാനിന്റെ പുസ്തകത്തിന് ആമുഖമെഴുതിയ, യോഹന്നാനിന്റെ സുവിശേഷത്തിന് ആമുഖമെഴുതിയ ബൈബിൾ പണ്ഡിതന്മാർ തന്നെ പഠിപ്പിച്ചത് കാണാം. യോഹന്നാന്റെ ദർശനങ്ങളിൽ മറ്റു സംഹിത സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രീക്ക് ദർശനങ്ങളുടെ അടക്കം സ്വാധീനം കാണാമെന്ന്.
അങ്ങനെ ഗ്രീക്ക് ദർശനങ്ങളുടെയും പൗലോസിന്റെ ദർശനങ്ങളുടെയും ഒക്കെ സ്വാധീന വലയത്താൽ സുവിശേഷം രചിച്ച യോഹന്നാനും ഒക്കെ ചേർന്ന് മെല്ലെ മെല്ലെ മാനുഷികതയുടെ സുന്ദര തലത്തിൽ നിന്ന് യേശുവിനെ ദൈവികതയുടെ സക്രാന്തിയിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെയുള്ള ധൂമപടലങ്ങളിൽ വിഷണ്ണനായിരിക്കാൻ യേശുക്രിസ്തുവിനെ അവർ നിർബന്ധിപ്പിക്കുകയാണ്. അങ്ങനെയാണ് മെല്ലെ മെല്ലെ യേശുക്രിസ്തു ദൈവനിരയിലേക്ക് കയറി വരുന്നത്. എന്നാൽ തന്നെയും നാം പ്രത്യേകം ശ്രദ്ധിക്കണം, യേശുവിന്റെ കുരിശ് സംഭവം കഴിഞ്ഞ് 1-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം ദൈവമല്ലായിരുന്നു. 2-ാം നൂറ്റാണ്ടിലും അദ്ദേഹം ദൈവമല്ലായിരുന്നു. 3-ാം നൂറ്റാണ്ടിലും അദ്ദേഹം ദൈവമല്ലായിരുന്നു, ഒരു പ്രവാചകൻ മാത്രം. എന്നാൽ 4-ാം നൂറ്റാണ്ട്, അതായത് AD 325 നിഖിയായിൽ അന്നത്തെ കോൺസ്റ്റന്റൈനോപ്പിൾ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു സുന്നഹദോസിൽ വെച്ചാണ് യേശുക്രിസ്തുവിന്റെ ദിവ്യത്വം ക്രൈസ്തവരുടെ വിശ്വാസമായി തീരുന്നത്. വളരെ വിശാലമായി ചരിത്രപരമായി അപഗ്രഥിക്കേണ്ട ഒരു കാര്യമാണ്. ചക്രവർത്തി ഒരിക്കലും ക്രിസ്ത്യാനിയല്ലായിരുന്നു, ഒരു ധാർമ്മികമായി ജീവിതം നയിക്കുന്ന ഒരാൾ പോലുമല്ലായിരുന്നു. നേരെ മറിച്ച് തനി വൃത്തികെട്ട ഒരാളായിരുന്നു ചക്രവർത്തി. അദ്ദേഹം സ്വന്തം പിതാവിനെ കൊന്നത് കാണാം, സ്വന്തം മാതാവിനെ കൊന്നത് കാണാം, സ്വന്തം ഭാര്യ പിതാവിനെ കൊന്നത് കാണാം, സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ പോലും അതിക്രൂരമായ രൂപത്തിൽ അദ്ദേഹം കൊന്നത് കാണാം. അങ്ങനെ വൃത്തികെട്ടൊരു മനുഷ്യനായി ജീവിച്ചിരുന്ന കോൺസ്റ്റന്റിനോപ്പിൾ അവസാന കാലത്ത് മനസ്സാന്തരപ്പെട്ടു അത്രേ. അയാൾക്ക് തോന്നി ഇത്തിരി നന്നായാൽ കൊള്ളാം. അങ്ങനെ അയാൾ ഇങ്ങനെ ചിന്തിച്ചപ്പോ അയാൾക്ക് തോന്നി ക്രിസ്തുമതമാണ് അതിന് നല്ലത് എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂലോകത്തേക്ക് കടന്നു വരുന്നതിന്റെ 2-3 നൂറ്റാണ്ട് മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് തോന്നി ക്രിസ്തുമതമാണ് നല്ലത്. പക്ഷേ ആ മനുഷ്യൻ മരണചക്രത്തിൽ കിടക്കുന്നത് വരെ യഥാർത്ഥ രൂപത്തിൽ ക്രിസ്ത്യാനിയായിട്ടില്ലായിരുന്നു. മരണവക്രത്തിൽ വെച്ചുകൊണ്ടാണ് അയാൾ മാമോദിസ മുങ്ങുന്നതും ക്രിസ്ത്യാനിയാകുന്നത് പോലും. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സൂര്യനെയായിരുന്നു ഈ കോൺസ്റ്റന്റൈനോപ്പിൾ ചക്രവർത്തി ആരാധിച്ചിരുന്നത്. അയാൾ ആരാധിച്ചിരുന്നത് സൂര്യനെയായിരുന്നു. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തി ആരാധിച്ചിരുന്നത് സൂര്യനെയായിരുന്നു. ഈ സൂര്യനെ ആരാധിച്ചിരുന്ന ഇദ്ദേഹം, അഗ്നി ആരാധകനായിരുന്ന ഇദ്ദേഹം, യേശുവിന്റെ മതത്തിലേക്ക് കൂടുന്നത് നല്ലതാണെന്ന് തോന്നിയിട്ട് അവസാന നിമിഷം വരെ യേശുവിന്റെ മതത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും യേശുവിനോടൊരു താല്പര്യം വന്ന ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് നടക്കുന്നത് എന്തായിരുന്നു? അഗ്നി ആരാധകരും യേശുവിന്റെ വിശ്വാസികളും തമ്മിലുള്ള ഘോരമായ സംഘടനകൾ, അദ്ദേഹത്തിന്റെ ഭരണത്തിന് പോലും അത് ഭീഷണിയാവുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായി. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അയാൾ യേശുവിന്റെ മതത്തെ ഒന്ന് പരിഷ്കരിപ്പിച്ചു. അഗ്നി ആരാധകരിൽ നിന്ന് പല വിശ്വാസങ്ങൾ സൂര്യനെ പ്രതിനിധീകരിക്കുന്നതായ സൺഡേ അവരുടെ പ്രധാന ആഘോഷ ദിവസമാക്കിയത്. അതുവരെ ശാബത്ത് ശനിയാഴ്ചയായിരുന്നു അവരുടെ ആരാധനാ ദിവസം. അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ അയാളുടെ മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നടത്തുന്നു. അതിനുവേണ്ടി ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ഒരു വലിയ സുന്നഹദോസ് അയാൾ വിളിച്ചു ചേർക്കുന്നു. 3000-ഓളം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ സഭ, ഒരു പണ്ഡിത സഭ അയാൾ ഒരുമിച്ച് കൂട്ടുന്നു. അവിടെ വെച്ചാണ് അയാൾ യേശുവിനെ ദൈവമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ആ സഭയിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും അതിനെ ശക്തമായി എതിർത്തു. യേശുവിൽ നിന്ന് പരമ്പരയായി പഠിച്ചു വന്ന മതത്തിൽ അംഗീകരിച്ചിരുന്ന അവർ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. പക്ഷേ രാജാവിന്റെ മുഷ്കിനു മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ആ യോഗത്തിൽ നിന്ന് അരിയൂസ് എന്ന ഫാദർ ഇറങ്ങി വരുന്നത് ചരിത്രത്തിൽ കാണാം. സത്യം ക്രൂശിക്കപ്പെടുന്നുവെന്ന് 2 കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് ഉറക്കെ പറഞ്ഞാണ് അയാൾ ഇറങ്ങി വരുന്നത്. സത്യം ക്രൂശിക്കപ്പെടുന്നു, യേശു ദൈവമല്ലെന്ന സത്യം ക്രൂശിക്കപ്പെടുന്നു, ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന സത്യം ഇതാ ക്രൂശിക്കപ്പെടുന്നു. അയാൾ ഉറക്കെ പറഞ്ഞു. പക്ഷെ അവരുടെ ശബ്ദത്തിന് കൂടുതൽ കാലം നിലനിൽക്കാനായില്ല. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ AD 325 നടന്ന സുന്നഹദോസിൽ യേശുവെ ദൈവമായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഗബ്രിയേൽ മാലാക്ക അല്ലെങ്കിൽ ബൈബിൾ പരിശുദ്ധാത്മാവെന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന ആ ഒരു
വിശുദ്ധ ആത്മാവ് ദൈവത്തിന്റെ ഭാഗമായി മാറുന്നത്. യേശുക്രിസ്തു പഠിപ്പിച്ച ഏകദൈവത്തിൽ നിന്ന് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ത്രിത്വ ദൈവത്തിലേക്ക് അങ്ങനെയാണ് ക്രൈസ്തവത വഴിമാറിപ്പോകുന്നത്. ഇവിടെ വെച്ച് യേശുവിന്റെ മതം ഇല്ലാതെയായി. യേശുവിന്റെ മതം അംഗീകരിക്കുന്ന ആളുകൾക്ക് നിലവാരമില്ലാതെയായി തീർന്നു. പിന്നെ ഈ രാജാവിന്റെയും അയാൾ അംഗീകരിക്കുന്ന ആളുകളെയും പൗലോസിന്റെ അനുയായികളുടെയും ഒക്കെയുള്ള ഒരു സങ്കര മതമായി യേശു പഠിപ്പിച്ച ദർശനം താറുമാറാക്കപ്പെട്ടു. അതിന്റെ ശേഷമാണ് ലോകത്ത് ഈ ക്രൈസ്തവതയുടെ പുതിയ സിദ്ധാന്തങ്ങൾ പലതും രൂപപ്പെടുന്നത്. യേശു ക്രിസ്തു ആരായിരുന്നു എന്നതിനെ കുറിച്ച്, യേശു എന്താണെന്ന് പഠിപ്പിച്ചു, അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകമായി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്.